ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ വൈദൂസിന് ചെറുതായിട്ടൊരു ജലദോഷവും പനിയും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മളവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനും ഏട്ടനും കൂടിയാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ചേച്ചിയും മക്കളും സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ അവരെയും കൂടി കൂട്ടി അവരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ഇപ്പം നോർമലി അവൾക്ക് ചെറിയ പനി ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ണൂർ തന്നെയുള്ള ഡിസ്ട്രിക്റ്റ് ഹോമിയോ ഹോസ്പിറ്റലിലാണ് കാണിക്കാറ്. അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചേച്ചീനെയും പിള്ളേരെയും ഞങ്ങളവിടെ സ്കൂളിൽ ഇറക്കി അവരോട് ബായിയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് വാവിക്ക് നല്ല ചുമയുണ്ടായിരുന്നു. ആദ്യം 1-2 തവണ കാര്യമായിട്ട് ചുമക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാമറയിൽ അവളെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവൾ ചുമ്മാ അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ചുമ്മാ തമാശയ്ക്ക് ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പനിയും ജലദോഷമൊക്കെ ആണെങ്കിലും വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് ആളേതാണ്ട് ടൂറ് പോകാനുള്ള മൂഡിലാണുള്ളത്. നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. അവൾ നല്ല സ്മാർട്ടായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ആ കോൾഡിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം ഫുഡൊക്കെ കഴിക്കുന്ന കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ കാണിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ എത്തി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയ ഉടനെ തന്നെ ടോക്കൺ എടുത്തു. ഉടനെ തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പറ്റി. കൺസൾട്ട് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ചെറിയൊരു കഫക്കെട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ക്യൂ നിന്ന സമയത്ത് മോള് ഏട്ടനുമായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നോർമലി അങ്ങനെയാണ്. ആരുടെ അടുത്തും പോകത്തൊന്നുമില്ല. അവിടെ നിന്ന് തന്നെ കുറേ ആൾക്കാർ, അവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ അവിടെ വന്ന പേഷ്യൻസൊക്കെ അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അവളാരും മൈൻഡ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കണ്ണൂരുള്ള സൂര്യ സിൽക്സിലോട്ടാണ് പോയത്. അവിടെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. അത്ര വലിയ കാര്യമായിട്ടുള്ള പർച്ചേസൊന്നുമില്ല. എനിക്കൊരു ബ്ലൗസിൻ്റെ മെറ്റീരിയലും പിന്നെ ഏട്ടനൊരു ഷർട്ടും വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴും അവിടെ ഇറങ്ങി ഒരേ കളിയായിരുന്നു. അവിടുത്തെ സ്റ്റാഫും കസ്റ്റമേഴ്സും ഒക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ആരുടെ കയ്യിലും പോവില്ല, എടുക്കാനായിട്ട് പോവില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എനിക്കുള്ള ബ്ലൗസ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ ഏട്ടനുള്ള ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയി. അവിടെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ അവിടെ എത്തിയപ്പോഴും ആളവിടെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് കുർത്താസിൻ്റെയും ഷർട്ടിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ അതൊക്കെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പം മാരേജിന് ഗ്രൂമിനൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ല അടിപൊളി കുർത്താസ് അവിടെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറേ നേരം അതൊക്കെ നോക്കി നിന്നു. അപ്പോൾ ഏട്ടനും അധികം ഞങ്ങൾക്ക് പരതി നടക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഒരെണ്ണം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, അതെടുത്തു. എനിക്കുള്ള ബ്ലൗസിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് വാവ കാര്യമായിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് അവൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ കരുതി. അതും വലിയ കാര്യമായിട്ട് കഴിക്കുമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഏട്ടന് പരിചയമുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഏട്ടനത് വാങ്ങാൻ പോയ സമയത്ത് അവൾ അങ്ങോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി.